ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മാങ്ങാച്ചാറ് കഴിക്കുന്ന സമയത്ത് ആ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടുമ്പോണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അത്യാവശ്യം മൂപ്പുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ മൂത്ത മാങ്ങ നോക്കിയിട്ട് എടുക്കുക. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തതൊക്കെ എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലാണ് നമ്മൾ മിക്സ് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു വെള്ളം ഇറങ്ങും, ആ ഒരു മാങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങും. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 1/4 മണിക്കൂർ വെച്ച് കൊടുക്കുക കേട്ടോ. 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതുപോലെ ആയി കിട്ടും. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തോളം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ ഈ ഒരു അളവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം, ടേസ്റ്റ് കിട്ടുന്നവരെ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും നല്ല കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ഇതുപോലെ ഇങ്ങനെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ടേസ്റ്റൊക്കെ നോക്കുക. അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടല്ലോ, അതൊരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഒരുപാടായി പോവേണ്ട. ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം തന്നെയാണ് ഈ ഒരു മാങ്ങാച്ചാർ എന്ന് പറയുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്